ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഡേ ഇൻ മൈ ലൈഫ് വിത്ത് ഹർഷ. ഈ കുട്ടി എന്തിനാ ചിരിക്കണമെന്നറിയോ? ആമ്പലില്ലാത്ത ആമ്പൽപ്പാടം കാണാനാണ് എന്നെ കൊണ്ടുപോകുന്നത് രാവിലെ എണീപ്പിച്ചിട്ട്. അത് ഞാൻ കാരണമല്ല, പിന്നെ ആര് കാരണമാണ്? ഞാൻ വന്നപ്പോഴൊക്കെ ഇവിടെ ആമ്പലുണ്ട്. സീസൺ അല്ലാത്ത സമയത്ത് എന്നെ കൊണ്ടുപോകുന്ന, അത് രാവിലെ എണീപ്പിച്ച് കൊണ്ടുപോകുന്ന നിന്നോട് ദൈവം ചോദിക്കും. വിഷമിക്കേണ്ട, നമ്മൾ അടുത്ത സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോവുന്നെ. പിന്നീട് ഞങ്ങൾ റീൽസിൽ കണ്ടിട്ടുള്ള നാരങ്ങാളി റെസ്റ്റോറൻറ്റിലേക്ക് പോയി. പക്ഷെ അവിടെ വൻ ക്യൂ ആയി ഞങ്ങൾക്ക് അവിടെ കയറാൻ കഴിഞ്ഞില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. പോവുക ഒരു അനക്കോണ്ട ആയാലും യെസ്, എന്നെ ഇനി അനക്കോണ്ട കാണിക്കാനാണ് ഹർഷമോൾ കൊണ്ടുപോകുന്നത് ഗൈസ്. ഏതെങ്കിലും കയത്തിൽ അങ്ങോട്ട് താഴ്ത്തി നമുക്ക് ആമസോണിൽ പോവാം. ആമസോൺ മഴക്കാടുകളിലേക്ക് പോവാം. അങ്ങനെ പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ലാണ്ട് ഞങ്ങൾ യാത്ര തുടർന്നപ്പോൾ വഴിയിലൊരു മാമനെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, മാമ ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കാണാനുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വന്ന വഴിക്ക് തിരിച്ചു പോയാൽ അവിടെ ഒരു നൂൽപ്പാലമുണ്ട്, അങ്ങനെയൊക്കെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും വന്ന വഴിയുള്ള ഒരു നൂൽപ്പാലമൊക്കെ കണ്ടേക്കെന്ന് വിചാരിച്ചു. 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നടന്നു. വഴിയിൽ ഹോട്ടലുകളൊന്നും കാണാത്തതുകൊണ്ട് അറിയാണ്ട് ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറി പോകുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ ഹോട്ടൽ തുറന്നു. അവിടെ കയറി ഞങ്ങൾ നൂലുപുട്ടും ചിക്കൻ കറിയും കഴിച്ചു. ഇതിൻ്റെ അടുത്ത് വല്ലതും കാണാനുണ്ടോ ഗൂഗിൾ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ മൂപ്പത്തി പറഞ്ഞു തന്നു, കക്കാട് എക്കോ ടൂറിസം എന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയി നോക്കുമെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ കക്കാട് എക്കോ ടൂറിസം കണ്ടുപിടിച്ചു പോയി. അപ്പം അതിനുള്ളിൽ കൂടെ ഒരു കാട്ടുകൂടെയൊക്കെ നടക്കണം, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഭാഗത്തൊരു ജംഗിൾ വാക്ക് എന്നൊരു സ്ഥലമുണ്ട്. പക്ഷേ ജംഗിളിലേക്ക് അധികം വാക്ക് ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെള്ളമുള്ള സ്ഥലത്തേക്ക് വേറെ ആരും കാണാത്ത വഴികളിലൂടെ അങ്ങനെ പോയി. വേനൽക്കാലമായതുകൊണ്ട് അങ്ങനെ ഭീകരമായ വെള്ളച്ചാട്ടമൊന്നുമില്ല, നമുക്ക് സമാധാനത്തിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാം. പക്ഷേ നീന്താൻ മാത്രം വെള്ളം ഉണ്ടായില്ല. ഞാൻ വെറുതെ നീന്തലൊക്കെ പിടിച്ച ഒരു കാര്യം ഉണ്ടായില്ല. എനിക്കും വെള്ളം കണ്ട ഹർഷമോളുടെ സന്തോഷം ഇതാ എൻ്റെ സന്തോഷം. അവിടെ നിന്ന് തിരിച്ചു പോരുന്ന വഴി ഒരു ഇളനീർ ഷേക്ക്. പിന്നെ ഞങ്ങൾ ഹർഷൻ്റെ വീട്ടിൽ പോയി. അതിനുശേഷം വൈകുന്നേരമാണ് ഇറങ്ങിയത്. വൈകുന്നേരം ഞങ്ങൾ സങ്കേതത്തിലേക്കാണ് പോയത്. ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, ഹർഷ ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഹർഷമോൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങി. ഞങ്ങൾ ഐസ്ക്രീം തന്നുകൊണ്ട് ഈ പാടത്തിൻ്റെ തോടിൻ്റെ സൈഡിലൂടെയൊക്കെ നടന്നു പോയി. പോസിങ് വിത്ത് ഐസ്ക്രീം. ഞങ്ങളുടെ തല ഞങ്ങളുടെ പകുതി ഫിഗറും. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ആകാശം കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഇങ്ങോട്ട് നോക്കൂ. അങ്ങനെ കുറച്ചും കൂടി നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ മെല്ലെ നടന്ന് തിരിച്ചു പോന്നു. ആ സമയത്ത് ആകാശം മാറി മാറി വരുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴാണ് ഹർഷമോൾ ആ പാതകം ചെയ്തത്. ബ്ലഡി ഗ്രാമവാസി പാവപ്പെട്ട ഒരു പൂവിനെ പിച്ചി ചീന്തി അവൾ വെള്ളത്തിലേക്ക് ഇട്ടു. ഇതുവരെ ഡ്രസ് ലെറ്റിസ് കഴിച്ചിട്ടില്ല എന്നറിഞ്ഞ് എൻ്റെ ഹർഷമോൾ എനിക്ക് വാങ്ങി തന്നാണ്. പക്ഷെ പൈസ ഞാൻ കൊടുത്തു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഞാൻ പാര വെക്കുന്ന പോലെ ആവും. NITൻ്റെ അടുത്തുള്ള ഷുഗർ സിസ്റ്റേഴ്സിൽ നിന്നാണ് ഹർഷമോൾ എനിക്ക് ഡ്രസ് ലെറ്റിസ് വാങ്ങി തന്നത്. അതും കഴിച്ചുകൊണ്ട് ഞങ്ങൾ അവളുടെ വീട്ടിൽ പോയി. ബൈ ബൈ.